ഹലോ മുത്തുമണികളെ, ഞാൻ വീണ്ടും ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു വെല്ലുവിളി വീഡിയോ തന്നെ ആണെന്ന് വിചാരിക്കാം. അതെ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പിന്നെ നമ്മുടെ അപ്പം ഷാജി അഥവാ വേശി എന്ന് പറയുന്നവളെ കുറിച്ചാണ് പറഞ്ഞത്. വേറെ ഒന്നുമല്ല, അവളുടെ കുറേ ലൈവുകളുണ്ട്. ആ ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെരീഫിൻ്റെ വീട്ടിൽ പോയിട്ട് കഴിഞ്ഞിട്ടുള്ളൊരു വേറൊരു ലൈവ് ഉണ്ട്. അവളുടെ വീട്ടിലിരുന്നിട്ടുള്ള ലൈവ്. ആ ലൈവ് ഒന്ന് നമുക്ക് വീഡിയോസ് ഇടേണ്ട ആവശ്യം എന്താന്ന് അവന്റെ അടുത്ത് നല്ല നച്ചെന്ന് സാറ് ചോദിച്ചു. പിന്നെ എന്നോട് പറഞ്ഞു എന്തിനാ അവന്റെ വീട്ടിൽ പോയത്, ഇങ്ങോട്ട് വരായിരുന്നില്ലേ നേരെ. ഞാൻ പിന്നെ എന്താ അറിയോ, DHSന്റെ പ്രശ്നം കാരണം തന്നെ ഞാൻ ഈ സ്റ്റേഷൻ കയറി ഇറങ്ങി എനിക്ക് മടുത്തു. ഇവള് എന്ത് പറയുകയാണെങ്കിലും ആ ചെറിയ മോനും ഉണ്ടാവും, ഷാരിക്കുമോൻ. എവിടെ പോവുകയാണെങ്കിലും ഷാരിക്കുമോൻ, ആരിനെ തല്ലാൻ പോവുകയാണെങ്കിലും ഷാരിക്കുമോൻ, എന്തറിയാൻ പൊറുപ്പ് കാണിക്കാണെങ്കിലും ഇപ്പോൾ ആ ചെറിയ കുട്ടികളെ കൂട്ടിയിട്ടേ പോവുള്ളൂ. പിന്നെ അതേപോലെ നച്ച് തന്നെ ചോദിച്ചു എന്നാണ് പറഞ്ഞത്. ഷെരീഫിൻ്റെ അടുത്ത് നച്ച് പോലെ ചോദിച്ചു എന്ന്. ഷെരീഫേ, ഈ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, നച്ച് എന്ന് ചോദിച്ചത് എങ്ങനെയാ ഒന്ന് പറഞ്ഞു തരണേ. ഈ കാണുന്ന സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ നച്ച് എങ്ങനെ ചോദിച്ചതെന്ന് അറിയാൻ. പിന്നെ അതേപോലെ പറഞ്ഞതിന്റെ ശേഷം കെട്ടിയാൻ വന്നു ഇവിടെ വന്ന് അവൻ വെല്ലു വിളിച്ചു. അവൻ വിചാരിച്ചു ഞാൻ വീട്ടിൽ പോവില്ല. പോയപ്പോ കെട്ടിയോള് കൊറേ നേരം വാതിലടിച്ച് കെട്ടിയന്റെ അടുത്ത് കുറു പറഞ്ഞതിന്റെ ശേഷം കെട്ടിയാൻ വന്നു. ഇവളുടെ പ്രശ്നം എന്താ അറിയോ, ഇവൾക്ക് ആണുങ്ങളെ കാണുമ്പോൾ എന്തോ ഒരു കുന്തളിപ്പ്. അത് എന്തിൻ്റെ കുന്തളിപ്പാന്നറിയില്ലേ. ഇവൾക്ക് ഭർത്താവില്ല എന്ന് പറയാൻ കാരണം ഇവൾ അവിടെയും ഇവിടെയും കയറി നിറങ്ങിയിട്ട് തന്നെയാണ് ഭർത്താവ് തൂങ്ങി മരിച്ചത്. അത് വേറെ കാര്യം. അതിപ്പോൾ ഞാൻ പ്രത്യേകം പറയൊന്നും വേണ്ട, അതെല്ലാവർക്കും അറിയാം. അതിൽ പിന്നെ അതേപോലെ ഇവളെ മണ്ണാർക്കാട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഓടിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 99% ഓടിക്കും എന്നാണ് വിശ്വാസം. എന്നിട്ട് അവൾ തിരിച്ച് നെല്ലിക്കാട് വരണം അവൾ. നെല്ലിക്കാട് വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. നമ്മുടെ കേസും കുറച്ച് പെൻഡിങ് ഉണ്ട്. അവൾ പിന്നെ വീഡിയോ ലൈവിൽ പറയുന്നുണ്ട് കോടതി കയറി, പോലീസ് സ്റ്റേഷൻ കയറി. എന്നാൽ കോടതി കയറ്റിയത് ഞങ്ങൾ തന്നെയാണ്, വേറെ ആരുമല്ല കേട്ടോ. പിടിക്കുമോ? ആ കോടതി കയറ്റിയത് ഞങ്ങൾ തന്നെയാണ്, അല്ലാണ്ട് വേറെ ആരുമല്ല. പിന്നെ അതേപോലെ അവളെ ആ മക്കളിനെ അവൾ നാശാക്കും, ആ കുഞ്ഞു മക്കളിനെ അവൾ നാശാക്കും, ഉറപ്പാണ്. ആ ലാസ്റ്റത്തുണ്ടല്ലോ ഷാരിക്കുമോൻ, അവൻ എന്തായാലും തീരുമാനമായി. അവനെന്നല്ല, അവൻ്റെ ബാക്കിയുള്ളവരും കൂടെ നാശാവുമെന്ന് ഉറപ്പായി. അപ്പോൾ ഷാജി വേശി. പിന്നെ അതേപോലെ അവൾക്ക് ആരോ മെസ്സേജ് അയച്ചിരിക്കുന്നു. എന്താ എനിക്ക് നോക്കട്ടെ ഗൈസ്. പെണ്ണുങ്ങളായാൽ ഇങ്ങനെ വേണം. ഷെരീഫ് ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല നീ അങ്ങോട്ട് കയറി ചെല്ലുംന്ന്. ഇത് എല്ലാവരും ഒരു പാഠമാവട്ടെ അല്ലേ. വെരി ഗുഡ്. ആണുങ്ങൾക്ക് മാത്രം എന്തും ആകാം എന്നാണ് ലവന്മാരുടെ ഒക്കെ വിചാരം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ചാറ്റ് അവളുടെ വേറെ ഫോണിൽ നിന്ന് ഇവളുടെ അക്കൗണ്ടിലേക്ക് അയച്ച ചാറ്റാണ്, അത് ഉറപ്പാണ്. ഇനി അവളിപ്പോൾ ഇത് കേട്ടാൽ പാടെ കഴിഞ്ഞപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. അത് പേരും മാറ്റി നമ്പറും പേരും എല്ലാം റെഡിയാക്കി അത് സേവ് ചെയ്ത് വേറൊരു ആളുടെ പേരിൽ സേവ് ചെയ്ത് എന്നിട്ട് അവളത് ചിലപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ആക്കിയിട്ട് ചെയ്തു തരും. അതൊന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല ഗൈസ്. കാരണം ഇവൾ പാറ വെടിയാണ്. അവൾ